ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഖത്തറിലേക്ക് എത്തിയത് ഞങ്ങൾ ആദ്യത്തെ ദിവസം കേട്ടോ. അപ്പോൾ എല്ലാ വട്ടം വന്നിട്ടുള്ള ആദ്യത്തെ ദിവസം പോലെയല്ല, ഇപ്രാവശ്യം എൻ്റേർലി ഡിഫറെൻ്റാണ്. രാവിലെ എണീറ്റപ്പനെ ഭയങ്കര ഒരുമാതിരി സംഭവം എന്തൊക്കെയോ പോലെ തോന്നുക. ഐബു എണീറ്റപ്പനെ ഭയങ്കര കരച്ചിലായിരുന്നു. പപ്പ പപ്പ പണ്ട്. കാരണം അവ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഷാമിയൊക്കെ ഉണ്ട്, പിന്നെ എണീറ്റ് നോക്കുമ്പോൾ ഷാമിയൊക്കെ ഇല്ല. അപ്പോൾ അവനക്കും ഭയങ്കര ഇടങ്ങേറ്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും വീക്കെൻഡ്സിലാണ് വരാറ്. ഇപ്പോൾ തേഴ്സ്ഡേ ഒക്കെ എത്തും, ഫ്രൈഡേ ആകുമ്പോൾ ഷാമിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇവിടെ. എണീക്കുമ്പോൾ ഷാമിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പുറത്ത് പോലും ഓരോ സാധനങ്ങൾ മേടിക്കാൻ പോലും അങ്ങനെയൊക്കെ ആയിട്ട് എൻഗേജ് ആകുമ്പോൾ ഷാമിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ വീക്ക് ഡേയ്സിൽ വരുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ട്. എണീറ്റ് നോക്കുമ്പോൾ എന്തൊക്കെയോ പക്ക സൈലൻസും ഐബൂനും പപ്പ വന്നിട്ട് കരച്ചിലിക്കും ഭയങ്കര ബുദ്ധിമുട്ട്. വല്ലാത്തൊരു ഹോം സിക്നെസ് പോലെ അങ്ങനെ തോന്നാറ് തന്നെ ഇല്ല. എന്തോ പോലെ എണീറ്റപ്പോൾ പക്കാ സൈലൻ്റ്, ഒരു സൗണ്ടും എവിടെ നിന്നും കേൾക്കാനും ഇല്ല. പിന്നെ ഭയങ്കര ഒരുമാതിരി എന്തപ്പോൾ ഞാൻ ഇവിടെ, എന്താ ആരുമില്ലാത്ത അങ്ങനത്തെ ഒക്കെ ഒരു ഫീലില്ലേ. മൊത്തത്തിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ പപ്പ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവുന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈകൊണ്ട് സമാധാനം വെച്ച് ഉമ്മൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എണീക്കുക കേട്ടോ. അപ്പോൾ ഷാമയൊക്കെ വന്നാൽ ഒക്കെ ആവും ഞങ്ങൾക്ക് അറിയാതെ. ഷാമയൊക്കെ കൂടി ഇല്ലാത്തതിൻ്റെ ഒരു എക്കസക്കാണ്. എന്നും വരുമ്പോൾ ഷാമയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അവനക്കായാലും അതിൻ്റെ ഒരു ഇത്, അപ്പോൾ അവൻ്റെ കണ്ടിട്ട് ഇക്കും മൊത്തത്തിൽ ആകെ ഒരു ഇത്. ഇക്ക് സാധാരണ എയർപോർട്ടിലെത്തി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫീലുണ്ട്. പിറ്റേ ദിവസത്തേക്ക് അങ്ങനത്തെ ഫീൽ ഉണ്ടാവാറില്ല. ആദ്യമായിട്ടായിട്ട് ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീല്. തുറക്കണ എന്തിനാ നോക്കണേ? പപ്പ ഓഫീസിൽ പോയില്ലേ? കുറച്ചിട്ട് വരുള്ളൂ കേട്ടോ, ലേറ്റ് ആയിട്ടില്ല. ബൈക്ക് ഉണ്ട് രാവിലെ തന്നെ. അയ്യോ, ബൈക്ക് ചാർജ് ഉണ്ടാവില്ല ചിലപ്പോ. ചാർജ് ഉണ്ടോ? ഓടിക്കാൻ പറ്റണ്ടോ? ഓക്കെ ഓക്കെ, ഓടിച്ചു നോക്ക്. പറ്റല്ലേ? പറ്റല്ലേ? വാ ഇങ്ങോട്ട് വാ, കറക്റ്റ് നോക്കാം. വാ, പുറത്തെന്തെങ്കിലും കാണിച്ചില്ല. ഇങ്ങോട്ടേക്ക് അപ്പോൾ ഞങ്ങളങ്ങനെ കർട്ടനൊക്കെ തുറന്നിട്ട് പുറത്ത് നോക്കി വെക്കുമ്പോൾ കല്ലൊക്കെ കാണാണ്ട്. അപ്പോൾ മൂപ്പയാൾക്ക് പൂവാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ല. നോക്കുമ്പോൾ മൂപ്പയാൾ അവിടെ 6 മാസം മണ്ണിലും കല്ലിലും കളിച്ച് വന്നിട്ടേ കല്ല് കണ്ടിട്ട് ഇവിടെ ഒരു കല്ലുണ്ട് വലുത്, ഒരു ബാൽക്കണി. പക്ഷേ നമുക്ക് അവിടെ ബാൽക്കണിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പൂവാ കല്ലിൽ കളിക്കണം മണ്ണിൽ കളിക്കണം അങ്ങനത്തെ ഒരു മൂടായി മൂപ്പള രാവിലെ തന്നെ. അപ്പോൾ ഭയങ്കര ചൂടും. അപ്പോൾ അവൻ്റെ കരച്ചിലെടുത്താണ് ഞാൻ കൊണ്ടുപോയി നോക്കി അവനെ. അപ്പോൾ അവനക്ക് മനസ്സിലായി ഈ ചൂടത്ത് മണ്ണിലിറങ്ങാൻ പറ്റില്ല. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ. അപ്പോൾ അവനക്കും രാവിലെ തന്നെ കുറേ നാട്ടിൽ നിന്നതിൻ്റെ വന്നതിൻ്റെ മറ്റേയൊക്കെ ചെറുതായിരുന്നില്ല. ഇപ്പം അവനക്ക് മനസ്സിലാവാൻ തുടങ്ങിയല്ലോ. പിന്നെ മെയിനായിട്ട് പപ്പ വന്നൊക്കെ സെറ്റാവും. ഇതിങ്ങനെ കല്ല് മണ്ണ്, ഉമ്മാടെ വീട്ടിൽ കല്ല് മണ്ണിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിട്ട് മൂപ്പരാളും ഇരിക്കണ രാവിലെ തന്നെ. ആകെ മാറിയല്ലോ. അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഷാമിയാക്ക റെൻറ്റിന് കൊടുത്തേക്കുന്നത്. ഷാമിയാക്ക പഴയ റൂമിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണൊക്കെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ്. സ്റ്റൗ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നല്ല ഡിഫറൻസ് ആയിരുന്നു. കാരണം നല്ല സ്പേസ് ആയ പോലെ ആ ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്നിരുന്നവർ ആരായാലും നല്ല ഡിഫറൻസാണ് വരുത്തിയേക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ നോക്കിയത് കിച്ചണിൽ പോയിട്ട് നല്ല ഡിഫറൻസിൽ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നു. എന്താ ചെയ്യാൻ പോണ്? ആ ആ എന്ത് എന്നിട്ട്
പറയ്. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ട് അവനക്ക് മനസ്സിലായി നാട്ടിലത്തെ പോലത്തെ മണ്ണും കല്ലും എല്ലാം ഇവിടെ നിന്നൊക്കെ മനസ്സിലായി, ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ മൂപ്പരാൾ ഓക്കെ ആയി. എന്നിട്ട് പിന്നെ ഞാൻ അവന് മൈൻഡ് സെറ്റ് ആവാൻ വേണ്ടി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ക്യാരി ബാഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അതെടുത്തെടുത്ത് കുറച്ച് നേരം ഇക്കറിയ ക്രീം മാത്രം തിന്നുള്ളൂ എന്നൊക്കെ അറിയാം. എന്നാലും കുറച്ച് നേരം ഒന്ന് എന്തായാലും കാട്ടിയിട്ട് ഫസ്റ്റ് ഡേയിൽ അവൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങടെ അവന് വിട്ടു കൊടുത്തിട്ടാണ്. അതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്ന് പല്ലൊക്കെ ഇട്ട് ഫേസ് വാഷ് ഇട്ട് വിചാരിച്ചിട്ട് അങ്ങനെ പോയി നോക്കുമ്പോൾ ബ്രഷ് ഞാൻ കൊടുന്നില്ല. ബ്രഷ് കാണിച്ച് ഇവിടെ ഇല്ലതാനും. അപ്പോൾ ഞാൻ കയ്യിൽ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ പല്ലയൊക്കെ ഇട്ടോ. പക്ഷേ അമ്മയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ എന്താ ബ്രഷ് ഇല്ലാണ്ട് വന്ന് ഒരു ബേസിക്കില്ല ഞാൻ ഇവിടെ നിന്ന് മേടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ലഗേജസ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഓപ്പൺ ആക്കാൻ മടിയായി രാവിലെ തന്നെ. അപ്പം പിന്നെ ഞാൻ ഷാമിയക്കാട് തന്നെ ഫേസ് വാഷ് എടുത്തിട്ട് അവിടെ ഇരിക്കണപ്പോൾ അത് തന്നെ എടുത്ത് യൂസാക്കി ചെയ്തിട്ടോ. പിന്നെ ലഗേജ് ഒന്നും നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല. ഇക്കാഴ്ച മൊത്തത്തിലൊരു ജെറ്റ് ലാഗും ഉണ്ട്. കാരണം ഐബു ഇന്നലെ ഇവിടുത്തെ ഖത്തറിയത്തെ 1:30 ഉറങ്ങിയിട്ടേ, അതായത് ഇവിടുത്തെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേ എണിച്ചേക്ക്. 8 മണിയില്ല, പിന്നെ അവൻ പപ്പാന്നൊക്കെ കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് എണിച്ച് അവനക്കും ഉറക്കം. അപ്പോൾ ഇക്കാഴ്ച ഉറക്കം നല്ലപോലെ വേണ്ടിക്കും. ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടില്ല, അവ ഉറങ്ങാത്തതുകൊണ്ടേ മൊത്തത്തിൽ രാവിലെ എണിച്ചപ്പോൾ ഭയങ്കര ജെറ്റ് ലാഗും ഹോം സിക്നെസ്സും എല്ലാം കൊണ്ട് ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു ഇന്ന്. തുമ്പിയത് അങ്ങനെ വലിച്ചെറിയലൊക്കെ ഇനി എന്താ ഡൈനോസറാ അങ്ങനെ വലിച്ചെറിയല്ലേ? അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് വേണം ഗ്രോസറി സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഷാമയൊക്കെ അത്യാവശ്യം വേണ്ട ബ്രെഡും മാഗിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇന്നൊക്കെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഷാമയൊക്കെ പിന്നെ ലേറ്റ് ആയിട്ടല്ലേ വരിക. അപ്പോൾ പിന്നെ ഞാനങ്ങനെ മാഗി ഉണ്ടാക്കട്ടെ വിചാരിച്ചിരിക്കുക കേട്ടോ. മാഗി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾക്കും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇന്ന് അവൻ്റെ ഇഷ്ടത്തിന് വിടാം. ഫസ്റ്റ് വന്നതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, അപ്പോൾ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നും കേട്ടോ. സ്റ്റവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചുകൊണ്ടേ. പക്ഷേ ഇത് എനിക്കിഷ്ടമായി. ഞാൻ ആലോചിക്കും നമ്മളെന്താ അന്നാ ചേഞ്ചസ് വരുത്താണ്ടിരുന്നു എന്നുള്ളത്. എന്നോട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി എന്താ കാട്ടിനെ? ഇതെന്നെ ഒതുങ്ങിയിരിക്കല് പെട്ടിമന്ന് വീഴൂട്ടായി പോവാ. എന്താ ചെയ്യണേ? ചാടി കളിക്കേ? എന്താ ചാടി കളിക്കണേ? ജില്ല അവിടെ ഒതുങ്ങിയിരിക്കേ പറഞ്ഞേ? കുറുമ്പാട്ടല്ലേ? കുറുമ്പാട്ടിന്റെ കുട്ടിയാണ് ഐബു. പിന്നെ അവനൊന്ന് ഫ്രഷപ്പ് ആക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഓക്കെ ആയിട്ട് ഞാനും ഓക്കെ. രാവിലെ എൻ്റെ ഒരു അന്തപ്പൊക്കെ മാറി റിയാലിറ്റിക്ക് വന്ന് ഞങ്ങൾ വലിയ ഓക്കെ ആയിട്ട്. അവനും പാവം ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂഡ് സ്വിങ്സൊക്കെ ആകെ അവനെ കണ്ടിട്ടായിരുന്നു മണ്ണിലിറങ്ങണം അവന് കുറേ കാലം അവിടെ നിന്ന് വന്നതിൻ്റെ അല്ലേ. ഫസ്റ്റ് 2 ദിവസം ഉണ്ടാവും, പിന്നെ ശരിയാവും. അതാ ഇപ്പോൾ മനസ്സിലാവേണ്ട പ്രായമായില്ലേ. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ട് ഇപ്പോൾ അവിടെ അങ്ങോട്ട് കൂടി ചാടികളൊക്കെ ടോയ്സ് ആയിട്ടൊക്കെ കളിക്കണമൊക്കെ ഉണ്ട്. ഗുഡ് ബോയ് ആണ് അവൻ, വേഗം എല്ലാം മനസ്സിലാക്കണേ. വെരി ഗുഡ് ബോയ് ആണ് അവന്. അയ്യോ എന്ത് തിന്നണേ? മാഗിയാ? അവന് മാഗി ഇഷ്ടാ? എൻ്റെ മാഗി, ഹൈബുവിൻ്റെ കുഞ്ഞി മാഗി. ഇത് ഫുള്ള് തിന്നോന്നൊന്നും അറിയില്ല. നമുക്കിന്ന് മാഗിയാണല്ലേ? ടുഡേസ് ദ മാഗി ഡേ. അപ്പം മാഗിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കേട്ടാ. ഐബു മാഗി ഇത്തിരി തിന്നുന്നല്ലാണ്ട് ഫുഡൊന്നും കഴിക്കണില്ല അല്ലേ ഐബുവോ? എന്താ കഴിക്കാത്ത? ഒന്നും കഴിക്കണില്ല. ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല. ഇക്കാണിച്ച് ഭയങ്കര ജെറ്റ് ലാഗ് ഉണ്ട്. കാരണം ഇന്നലെ ഫ്ലൈറ്റിൽ പോലും ഉറങ്ങിയിട്ടില്ല, ഇവനും ഉറങ്ങാത്തതുകൊണ്ട്. പിന്നെ വന്നിട്ട് നല്ല ലേറ്റായി കിടന്ന്, പക്ഷെ ഇവൻ നേരത്തെ എണിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനും എണിച്ച്. അപ്പോൾ ഇന്ന് കുറേ പണികളുണ്ട്. മറ്റേ പെട്ടിയൊക്കെ അങ്ങനെ കിടക്കും, ഡ്രസ്സൊക്കെ ഒതുക്കണം വിചാരിച്ചു. പക്ഷെ ഒരു ജെറ്റ് ലാഗും പിന്നെ എന്തൊക്കെയൊരു സുഖമില്ല. അപ്പം ഇങ്ങനെ കിടക്കുക, കുറച്ചിങ്ങനെ ഫോണൊക്കെ തോന്നി ഇങ്ങനെ കിടക്കുക. ഐബു ഇങ്ങോട്ട് വാ. ഐബു ആണെങ്കിൽ 5 മിനിറ്റ് കിടക്കുക, അപ്പത്തിന് ഓടും. ഇതാണ് ഐബുവിൻ്റെ അവസ്ഥ. ഷാമയൊക്കെ വന്നിട്ടില്ല, അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഐബു അല്ലേ.
അങ്ങനെ എന്തൊക്കെ ഇത് ഇതെന്തൊക്കെ തുമ്പിയാ ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ഉള്ളത്? ഖത്തറില. ആരെ കാണാനാ വന്നു ഖത്തറില്? പപ്പാനെ കാണാനാ? പപ്പ എവിടെ? എങ്ങോട്ട്? ജോലിക്ക് പോയതല്ലേ? എന്താ ചോദിക്കാനെ പോയി? ഓക്കെ ഓക്കെ. ഒരെണ്ണം ഓരോന്ന് വയലൊന്നില്ലേ? എങ്ങണ്ട് എന്ത് കളിയാ കളിക്കണേ? എനിമൽസൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിരത്തി വെക്കുക. അവനക്ക് നേരം പോക്ക് എന്തെങ്കിലും നാട്ടിൽ മുറ്റത്തും പറമ്പിലും കളിച്ചിരുന്ന ആളല്ലേ, ഇവിടെ പറ്റില്ലല്ലോ അല്ലേ? ഇപ്പോ ഒരു നേരം പോക്കല്ലേ? എനിമൽസൊക്കെ അവിടെ നിരത്തി വെക്കുക അല്ലേ? അങ്ങനെ പിന്നെ ഐബൂസ് നേരത്തെ എണിച്ചുകൊണ്ട് തന്നെ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് വേഗം ഉറക്കിയിട്ട് 12:30 ഒക്കെ ആകുമ്പോഴത്തെ ക്ഷമയൊക്കെ വരുമ്പോഴത്തേനും ഉറങ്ങി എണിച്ചവന് ഉഷാറാവുമല്ലോ വിചാരിച്ചിട്ട്. പക്ഷെ അവൻ ഒന്നും തിന്നിട്ടില്ല കേട്ടോ. മാഗി ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അപ്പം ഞാൻ പിന്നെ അധികം നിർബന്ധിക്കാൻ നിന്നിട്ടില്ല. ഫസ്റ്റ് വന്നതിൻ്റെ ഒരു അവനക്കും ഉണ്ടാവുമല്ലോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടതൊക്കെ, നമ്മളെ പോലെ പറയാറില്ലല്ലോ. അപ്പം ഇക്കെന്ന് പറഞ്ഞ പോലെ ഭയങ്കര ജെറ്റിലാക്കുന്ന തന്നെ തല ജാതി ഉറക്കത്തിൻ്റെ എത്രയേ പണികളുണ്ട് നിന്ന്. ഇന്ന് ഒരു സെറ്റ് ഓഫ് ബാഗും കാര്യങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഞാനങ്ങനെ അവ ഉറങ്ങിയപ്പോൾ ഉറങ്ങാൻ വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹാഫ് അവറൊക്കെ സ്ലീപ്പ് കിട്ടിയാലും ഒരു അന്തപ്പ് പോലെ തോന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങണ്ട വിചാരിച്ച് അങ്ങനെ കിടന്നു. പക്ഷെ എങ്ങനെയോ ഞാനങ്ങനെ ഒരു ഹാഫ് അവർ ഉറങ്ങിപ്പോയിട്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഉറങ്ങിപ്പോയി നന്നായി വിചാരിച്ചു. അങ്ങനെ എണീച്ചപ്പോൾ കുറച്ച് നല്ലപോലെ ഒന്ന് എനർജറ്റിക്കായി തോന്നി. ആ ഒരു അന്തപ്പൊക്കെ ഒന്ന് മാറിയായിരുന്നു. അപ്പോൾ ചില സമയത്തൊരു കുഞ്ഞു നാപ്പ് മതി നമ്മളൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഷ്യാമയൊക്കെ വന്ന് അപ്പോൾ അവന് ഉറങ്ങിയിട്ട്. അപ്പോൾ ഷ്യാമയൊക്കെ വന്നപ്പോൾ ബിരിയാണി മേടിച്ചിട്ട് കൊടുന്ന് പാർസലേക്ക് കൊടുന്നു. കാരണം ഇന്ന് പുറത്ത് പോകാൻ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. സാധനം പുറത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ വിചാരിച്ചു, പക്ഷെ പുറത്ത് പോകാൻ മൂടൊന്നും നിൽക്കുക അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ മേടിച്ചു കൊടുന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൻ എണിക്കനാട്ടി മുമ്പ് വേഗം ബിരിയാണി കഴിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കി കിട്ടിക്ക്. ഇവിടുത്തെ ഇതൊക്കെ തോന്നുന്നു ഒരു ഹോട്ടലുണ്ടാവും, പേര് മറന്നു. അവിടുത്തെ ബിരിയാണി പൊതുവേ ഇഷ്ടമാണ്. അവിടുത്തെ ബിരിയാണി വെച്ചാൽ ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ബിരിയാണി, അധികം റേറ്റില്ലാത്ത നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ തിന്നു. പിന്നെ ഷ്യാമയൊക്കെ വന്നപ്പോൾ എൻ്റെ പകുതി ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയിട്ടൊരു അഗ്ഗൊക്കെ കൊടുത്ത് ഭയങ്കര. അപ്പോൾ ഷ്യാമയൊക്കെ കേൾക്കണ്ടേ, എനിക്ക് സാധാരണ ഇങ്ങനെ ഹോം സിക്നെസ് ഒന്നും ഉണ്ടാവും. ഞാൻ ഇപ്രാവശ്യം എന്താണോ ഭയങ്കര ബുദ്ധിമുട്ടി. കൂടുതലായിട്ട് അവൻ്റെ കണ്ടിട്ടാണ്, കുറച്ച് വലുതല്ലേ, അപ്പോൾ അവൻ്റെ ഒരു എക്കാസൊക്കെ കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ്. ഷ്യാമയ്ക്ക് അപ്പളേ പറഞ്ഞിട്ട് അവൻ ഷ്യാമയക്കനെ കണ്ടാൽ ഓക്കെ ആവും അത്രയൊക്കെ ഉള്ളൂന്ന്. അവൻ എന്നിട്ട് എണീറ്റപ്പം ഷ്യാമയക്കനായിട്ട് ഇപ്പം എന്തോരം ഹാപ്പിയായിരുന്നു. പപ്പ വണ്ടി കെട്ടിപ്പിടിക്കുക ഉമ്മത്ത്. അവ അല്ലെങ്കിലും ഷ്യാമയൊക്കെയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്, ഭയങ്കര പപ്പക്കുട്ടി. എപ്പം പപ്പാനാണ് മമ്മാനെ ഇഷ്ടം, ഒരു ഡൗട്ട് പോലും ഇല്ലാണ്ട് പപ്പ പറയുന്ന ആളാട്ടാ. അപ്പം അങ്ങനെ ഉമ്മത്തിലും കെട്ടിപ്പിടിക്കലും കളിക്കലും ഷ്യാമയൊക്കെ വന്നപ്പോൾ നല്ല ആശ്വാസം. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പപ്പ വേറെ സർപ്രൈസ് പറയൂല. അപ്പം ഇത് ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കാക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതാട്ടിയത്. അപ്പം ഇന്ന് ഷ്യാമയ്ക്കൊക്കെ വന്നതിന് ശേഷം അത് എടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഇരുന്ന് കളി നല്ല സാധനമായിരുന്നു. പിന്നെ നാരങ്ങ, പൊട്ടാറ്റോ ചെറിയുള്ളി. മമ്മേ ആ ചെറിയുള്ളി, ഉള്ളി തക്കാളി
പച്ചമുളക്, പിന്നെന്താ ആലോചിച്ചൊക്കെ അരി അരി നെയ്ച്ചോറരി വേണം, സാധാ അരി വേണം, ചിക്കൻ ഈ വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെനു ചാർട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. കാരണം എന്തൊക്കെ മേടിക്കുന്നില്ല ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ എളുപ്പമാവുമല്ലോ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോകാം. സാധാരണ ഞാൻ ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ലിസ്റ്റ് ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ നമുക്കറിയാമല്ലോ. ഷാമയ്ക്ക് അത്യാവശ്യം കുക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഷാമയ്ക്കൊക്കെ അറിയാം. അപ്പോൾ പിന്നെ രണ്ടാളും ഇവിടെ കുക്ക് ചെയ്യാറില്ല കേട്ടോ, റൂമിൽ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടാളും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഫോണിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവാച്ച്. പിന്നെ ഞങ്ങൾക്കൊന്ന് ഗ്രോസറി ഐറ്റംസ് മേടിക്കാനുണ്ട്. പിന്നെ ഐബൂനായിട്ടൊന്ന് പാർക്കിൽ പോവാൻ വിചാരിച്ച്. അവനൊന്ന് മൈൻഡ് സെറ്റ് ആക്കാണ്ട് ഷാമയൊക്കെ ഒന്ന് പാർക്കിൽ പോവാം ജസ്റ്റ്. അപ്പോൾ ആദ്യം പാർക്കിൽ പോയിട്ട് വേണം പിന്നെ സാധനങ്ങൾ മേടിക്കാൻ പോവാൻ. എടുത്തോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തോ, കൈയിട്ടെടുത്തോ. ചെറിയ ഒട്ടിന് ചെയ്യാനായിട്ട് പതുക്കെ പതുക്കെ പതുക്കെ. എന്താ സന്തോഷം. അപ്പോൾ ഞാനങ്ങനെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ കുട്ടികളായിട്ട് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് പാലൂടുള്ള സമയത്തൊക്കെ. അപ്പം ഇപ്പം ഞാൻ ലേസൊക്കെ കൊടുത്ത് മെല്ലെ ബാക്കിലായിട്ട് ഞാൻ ഇരുന്നിട്ടെ. പിന്നെ അധികം അലമ്പുണ്ടാക്കില്ല അടുത്തായതുകൊണ്ട് പാർക്കിലേക്ക് എത്താൻ. അങ്ങനെ പാർക്ക് എത്തത് എന്തൊരു ഹാപ്പിയാണ്, പാവം വേഗം ഓടി. ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. ആയി കളിക്കട്ടെ കളിക്കട്ടെ ഊഞ്ഞാൽ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി. വായോ അവിടെ മുന്നേ വായോ. അയ്യോ എടുക്ക വായോ. ഇത് ശരിക്കും ഇതീ കൂടെ ട്ടാ പൊന്നു, ഇതീ കൂടെ മമ്മ നോക്കാ. ഓടിവാ, ഇരിക്കെ വായോ. ട്രൗസർ ആയോണ്ട് കറക്റ്റ് അങ്ങോട്ട് സ്മൂത്തില് ഉരുസാൻ പറ്റണില്ല. മാമോടുണ്ട്. ഓടിക്കോ ആയിക്കൂടെ എത്തിക്കൂടെ. ഓടെ പോവാൻ പറ്റില്ല, പോവാൻ കുടുങ്ങും കുടുങ്ങൂടാ. എവിടെ? ഹലോ, അവിടെ ഇല്ല ഇങ്ങോട്ട്. ഇപ്പം ട്രൗസർ ഇട്ടോണ്ടാത്ത സ്മൂത്തായിട്ട് ഉരുസാൻ പറ്റണമെന്നില്ല കേട്ടോ. പിന്നെ എന്തോ ചൂട്, ഹ്യൂമിഡിറ്റി പറഞ്ഞാൽ ഇങ്ങനെ ചൊറിയ പോണത്തെ ചൂടവിടെ. എനിക്ക് തന്നെ കുറച്ച് നേരം നിന്ന്. ഇപ്പം എനിക്ക് വേറെ ചൂട് വലിയ കുഴപ്പമില്ലാത്തൊരു കുഴപ്പമില്ല. ഷാമയൊക്കെ 20 മിനിറ്റ് നിൽക്കുമ്പോഴത്തേന് തന്നെ ആകെ. ഇവൻ പിന്നെ കളിക്കണ അരത്തിലായതുകൊണ്ട് വല്ലാണ്ട് ശ്രദ്ധിക്കാത്ത കേട്ടോ. നല്ല ചൂടുണ്ട്. പിന്നെ ഇവനിക്ക് വേണ്ടിയിട്ടാണ് ഷാമയൊക്കെ കുറച്ച് നേരം അങ്ങനെ നിന്നതാ. ചോട്ടിലോ മൂപ്പയാൾക്ക് അവിടെ നിന്ന് കളിച്ചിട്ട് പോരണന്നേ ഉണ്ടെന്നില്ല. പിന്നെ ചൂടായതുകൊണ്ട് നമ്മൾ ഒരു 20 മിനിറ്റ് കളിപ്പിച്ചിട്ട് അങ്ങനെ കൊടുന്നിട്ടാ. പിന്നെ നേരെ അങ്ങനെ നമ്മൾ സ്ഥിരം പോണ കെൻസ് എന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി കുറേ കാലത്തെ ശേഷം കെൻസ് കണ്ടപ്പോൾ ഒരു നൊസ്റ്റു. മറ്റേത് നമ്മൾ വീക്കിലി 2 വീക്സൊക്കെ 2 വീക്ക് കൂടുമ്പോൾ വരുന്നതല്ലേ. ചെറുപ്പത്തിൽ വെക്കാണ്ട് ഇപ്പൊ വെച്ച് നടക്കണ ഈ ബൂസ് തിരി ഇത് എവിടുന്നടാ? കൊടുത്തു ഞങ്ങൾ ഓരോ ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന ഇടയിൽ മൂപ്പിലാൾ പോയിട്ട് അവിടെ ഇങ്ങനെ മുന്തിരിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അവിടുന്ന് 2-3 മുന്തിരി എടുത്ത് കൊടുന്ന് തിന്നുക.
ഞാൻ എൻ്റെ ആലോചിക്കുന്നത് വീട്ടിൽ മേടിച്ച് അങ്ങനെ തിന്നില്ല, അവിടെ നിന്നൊക്കെ ഇങ്ങനെ പറക്കിയെടുത്ത് തിന്നിട്ടില്ലെന്നു. പക്ഷെ അമ്മയ്ക്കൊരു കുഴപ്പമില്ല, തിന്നേണ്ടത് തിന്നോട്ടെ, അങ്ങനെ തിന്നിട്ട് നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. പിന്നെ ഞാനങ്ങനെ എൻ്റെ സ്ഥിരം സാധനങ്ങൾ സോസേജ് നഗറ്റ്സൊക്കെ മേടിക്കും കേട്ടോ. പക്ഷെ അമ്മയ്ക്കൊക്കെ തീരെ താല്പര്യമില്ല സോസേജ് മേടിക്കുന്നത്, സോസേജ് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് പ്ലീസ് ഇപ്പോൾ മേടിക്കുക, നഗറ്റ്സ് മേടിക്കാൻ ഒന്നും പറയില്ല കേട്ടോ, സോസേജ് എപ്പോഴും അത്ര നല്ലതല്ല പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നോക്കണ്ടേ, ഞാൻ സാധാ ഷാമ്മേക്കർ ഒരു ഷർട്ട് ഒരു പാൻറ്റ് ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങിയേക്കട്ടെ, അങ്ങനെ വെൽ ഡ്രസ്ഡ് ഒന്നുമില്ല, നമ്മളങ്ങനെ ഗ്രോസറി ഐറ്റംസും പാർക്കിൽ പോകാൻ മാത്രമല്ലേ ഇറങ്ങിയത്. കള്ളക്കുറുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാത്ത പിന്നെ ക്രോസോൺസ് ഞാനിങ്ങനെ ഫുഡൊക്കെ ചെടിയുള്ള സമയത്ത് കഴിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള 2 ഫ്ലേവർ ക്രോസോൺസ് എടുത്തേക്കാം കേട്ടോ. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാനുള്ളതുകൊണ്ട് അത്യാവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങണം. ബേസിക്കായിട്ടുള്ള നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കല്ലേ. അപ്പോൾ ഞാൻ ഷാമിക്ക് പറയാം എന്തത് ട്രോളി നിറഞ്ഞല്ലോ പറയുന്നത്. ഇപ്പം 2 വീക്കിൽ വാങ്ങണ്ട, 2 വീക്കിൽ അത്യാവശ്യം തീരുന്ന സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് വാങ്ങിയാൽ മതിയല്ലോ. കണ്ട കുറേ കവറുകളുണ്ട്, ഒക്കെ ഞങ്ങൾ നിരത്തി ഇതിലാക്കി ഡിക്കിയിലാക്കി വെച്ചേക്കട്ടെ. സോ മെനി. അങ്ങനെ ഞങ്ങൾ മറ്റൊരു ഫേവറേറ്റ് സ്പോട്ടായ ഹോട്ട് ആൻഡ് കൂളിക്ക് വന്നേക്കട്ടെ. ഇവിടുത്തെ വൈറ്റ് സോസ് പാസ്ത ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, ഞങ്ങൾക്ക് 2 ആൾക്കും. അപ്പം അങ്ങനെ വൈറ്റ് സോസ് പാസ്ത ഓർഡർ ചെയ്ത് പിന്നെ ബ്രോസ്റ്റ് ചിക്കനും ഓർഡർ ചെയ്ത്. പൈപ്പ് പറയുന്നത് ഉമ്മ ഉണ്ടാക്കണ പോത്തെ പറയും. ഉമ്മ ഉണ്ടാക്കാറുണ്ട് വൈറ്റ് സോസ് വീട്ടിൽ. അയ്യോ തിന്നത് കിട്ടിയില്ല കുഞ്ഞി, ഇനി വേണോ? ഇതെന്താ സാധനം പറയും, എന്താ പറയുന്നത്, എന്താ പറയും? സ്വീറ്റ് കോൺ അല്ല, വൈറ്റ് സോസ് പാസ്ത. എന്താ? അപ്പോൾ അവ അങ്ങനെ പുറത്തു പോയാൽ ഞങ്ങൾ കഴിക്കുന്നതൊന്നും കഴിക്കാറില്ലാത്ത ആളാട്ടാ. പക്ഷെ ഇതെന്തോ ഭാഗ്യത്തിന് കുറച്ച് കഴിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹാപ്പിയായി. പിന്നെ ഉമ്മ വീട്ടിലുണ്ടാക്കാറുണ്ട് ഇത്, അപ്പോൾ കുറച്ചൊക്കെ അവൻ കഴിക്കാറുണ്ട്. അപ്പോൾ അവനക്ക് കഴിച്ചിട്ട് പരിചയമുള്ളൊരു ഫ്ലേവറും ടേസ്റ്റാണല്ലോ, അപ്പോൾ അതാണ് മൂപ്പരാൾ. പിന്നെ ബ്രോസ്റ്റൊക്കെ മേടിച്ച്. അപ്പോൾ എനിക്ക് വൈറ്റ് സോസ് പാസ്ത കുറച്ച് കഴിച്ചപ്പോൾ എൻ്റെ വയറ് നല്ലപോലെ ഫില്ലായ പോലെ എന്ത് ചെയ്തിട്ടാ. അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രോസ്റ്റ് വല്ലാണ്ട് ഒരു പീസ് എങ്ങനെയൊക്കെ ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിച്ചെന്നല്ലാണ്ട് കഴിച്ചില്ല. പിന്നെ മൂപ്പരാൾ തിന്നിട്ട് അവസാനം എത്തിയപ്പോൾ പിന്നെ മൂപ്പരാൾക്ക് മതിയായി കഴിഞ്ഞാൽ വേഗം തുപ്പും. അങ്ങനെ തുപ്പി തുടങ്ങിയപ്പോൾ ഞാൻ നിർത്തിക്കോ പറഞ്ഞ്. പൈബൂൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് പാട്ടാട്ടാ ജോണി മോണി ജോണി. അതെന്തോ കുറേയൊക്കെ പഠിച്ചു, അതും കേട്ടിട്ട് ഇങ്ങനെ കേട്ടിട്ട് എത്രയേ പഠിച്ചേക്കണം, കുറേ വരെയൊക്കെ ഇങ്ങനെ പാടുണ്ടിട്ടാ. പിന്നെ കോപ്പറേറ്റ് വരേണ്ട വിചാരിച്ചിട്ടാണ് സ്പീഡാക്കിയത്. ഇനി അപ്ലോഡ് ചെയ്താലും അറിയുള്ളൂ എന്താവും എന്നുള്ള അവസ്ഥ. അപ്പോൾ കുറേ പോകുമ്പോൾ വരുമ്പോഴൊക്കെ ഇത് ക്ഷാമിക്ക് സ്ക്രീന് വെച്ചിട്ടുണ്ട് കാറിൽ. അപ്പോൾ അവൻ ബാക്കിലിരിക്കുകയെന്ന് വെച്ച് ഞാൻ സ്ക്രീന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് ഒതുങ്ങിയിരിക്കുമല്ലോ വെച്ചു. പക്ഷെ അവൻ അങ്ങനെ ഇരിക്കണ ആളൊന്നുമില്ല, കണ്ടില്ലേ, ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പം ഞാനും ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ബാക്കിലിരുന്നിട്ട് അവന് കിടികിടി ആവണ്ട, ഹൈവേയിലൊക്കെ വരുമ്പോൾ ഇനി കിടികിടി നിർത്തിയിട്ട് ബാക്കിലിരിക്കാൻ എളുപ്പമല്ലല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചവരെ ഒരു വിചാരിച്ച പോലെ ആയില്ല, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാൻ. ടാറ്റാ ബൈ.